ओम नमो ब्रह्मादिभ्यो ब्रह्मविद्या संवृताय कर्तृभ्यो वंशऋषिभ्यो महद्भ्यो नमो गुरुभ्यः सर्वोपप्लवरहितः प्रज्ञानघनः प्रत्यगर्तो ब्रह्मैवाहमस्मि। ओम पूर्णमदः पूर्णमिदं पूर्णाद् पूर्णमुदच्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते। ओम शान्ति शान्ति शान्तिः। हरिः ओम श्री गुरुभ्यो नमः। हरिः ओम। എല്ലാവർക്കും പ്രണാമം. ഓം നമോ നാരായണ. അധ ശുക്ലയജുർവേദീയ കാണ്വശാഹ ബൃഹദാരണ്യക ഉപനിഷത് ദ്വിതീയകാണ്ഡം മുനികാണ്ഡം അഥവാ യാജ്ഞവൽക്യകാണ്ഡം തൃതീയ അധ്യായം ജൽപരൂപ ഉപപത്തി പ്രകരണം സപ്തമ ബ്രാഹ്മണം അന്തര്യാമി ബ്രാഹ്മണം ദ്വിതീയ മന്ത്രം. സഹോവാച വായുർവൈ ഗൗതമാ തത്സൂത്രം വായുനാ വൈ ഗൗതമാ സൂത്രേണ അയം ച ലോകഃ പരച്ഛ ലോകഃ സർവാണി ച ഭൂതാനി സംതൃപ്താനി ഭവന്തി തസ്മാത് വൈ ഗൗതമാ പുരുഷം പ്രേതം ആഹുഃ വ്യസ്രംസിഷത് അസ്യ അംഗാനി ഇതി വായുനാ ഹി ഗൗതമാ സൂത്രേണ സംതൃപ്താനി ഭവന്തി ഇതി ഏവമേവ ഏതത് യാജ്ഞവൽക്യ അന്തര്യാമിണം ബ്രൂഹി ഇതി. തൃതീയ മന്ത്രം. യഃ പൃഥിവ്യാം തിഷ്ഠൻ പൃഥിവ്യാമന്തരഃ യം പൃഥിവീ ന വേദ യസ്യ പൃഥിവീ ശരീരം യഃ പൃഥിവീമന്തരഃ യമയതി ഏഷദ ആത്മാ അന്തര്യാമി അമൃതഃ. ചതുർത്ഥ മന്ത്രം. യഃ അപ്സുഃ തിഷ്ഠൻ അദ്ഭ്യഃ അന്തരഃ യം ആപഃ ന വിദുഃ യസ്യ ആപഃ ശരീരം യഃ ആപഃ അന്തരഃ യമയതി ഏഷദ ആത്മാ അന്തര്യാമി അമൃതഃ. യാജ്ഞവൽക്യ മഹർഷിയെ നമസ്കരിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ജനക മഹാരാജാവിൻ്റെ യുദ്ധസഭയിൽ 6 ചോദ്യകർത്താക്കൾക്കനന്തരം അന്തര്യാമി ബ്രാഹ്മണത്തിൽ ഉദ്ദാലകൻ ആരുണി അല്ലെങ്കിൽ ഗൗതമൻ എന്ന പേരായ ചോദ്യകർത്താവ് ചോദിക്കുകയാണ്. നമ്മൾ ആ ഭാഗത്തിലേക്ക് കടന്നിരുന്നു. ഗൗതമൻ അല്ലെങ്കിൽ ഉദ്ദാലകന്റെ ചോദ്യം എന്താണ് സൂത്രാത്മാ അല്ലെങ്കിൽ അന്തര്യാമി എന്നത്. അദ്ദേഹത്തിന് എവിടുന്ന് കിട്ടിയ ആ ഉത്തരം ഗന്ധർവനിൽ നിന്നും ലഭിച്ച ആ ഉത്തരം അതേ ചോദ്യം തന്നെ യാജ്ഞവൽക്യ മഹർഷിയോട് ചോദിക്കുന്നത് നമ്മൾ കണ്ടു. യഥാ വിസ്തരേണ വേദ തഥാ ബ്രൂഹി ഇതി. എനിക്ക് വിസ്തരിച്ച് അന്തര്യാമിയെക്കുറിച്ച് അങ്ങ് പറഞ്ഞു നൽകിയാലും. യാജ്ഞവൽക്യ മഹർഷി അതിൻ്റെ വിസ്താരമാണ് ദ്വിതീയ മന്ത്രത്തിൽ തുടങ്ങിയത്. എന്താണ് അന്തര്യാമി എന്ന് ദ്വിതീയ മന്ത്രത്തിൽ പറഞ്ഞു. അല്ലയോ ഉദ്ദാലക, നമ്മൾ ഉച്ഛ്വാസം നിശ്വാസം ചെയ്യുന്ന ഈ വായു തന്നെയാണ് പരമാത്മാ. ആ പരമാത്മാവിനെ തന്നെയാണ് സൂത്രാത്മാവെന്നോ അല്ലെ സർവവ്യാപിയെന്നോ അന്തര്യാമിയെന്നോ ഇത്യാദി വിശേഷണങ്ങളോടുകൂടി ശാസ്ത്രം വിളിക്കുന്നത് എന്ന് ദ്വിതീയ മന്ത്രത്തിൽ പറഞ്ഞു. അതിന് ദ്വിതീയ മന്ത്രത്തിൽ പറഞ്ഞ വിസ്താരം, ഒരു ജീവൻ പ്രേതമായി കഴിഞ്ഞാൽ, അതായത് ശരീരത്തിൽ നിന്നും ആ ചൈതന്യം അല്ലെ പ്രാണൻ പോയി കഴിഞ്ഞാൽ അത് ജഡവസ്തുവായി മാറും.
അപ്പം ആ പ്രാണന പ്രക്രിയ നടത്താൻ സാധിക്കുന്നത് ഈ വായു ഉള്ളതുകൊണ്ട് ആ വായു തന്നെയാണ് പരമാത്മ. അല്ലെ വായു രൂപത്തിൽ ശരീരത്തിൽ വ്യാപിച്ചിരിക്കുന്നത് തന്നെയാണ് പരമാത്മ. നമ്മളിത് പല സന്ദർഭങ്ങളിൽ പഠിച്ചിട്ടുണ്ട്. പഞ്ചപ്രാണ തത്വങ്ങൾ, തത്വബോധം മുതൽ അല്ലെ വിവേക ചൂടാമണി, പഞ്ചദശി ഇത്യാദി പ്രകരണ ഗ്രന്ഥങ്ങളിലൊക്കെ പഞ്ചപ്രാണ വിചാരം പറയുന്നിടത്തൊക്കെ ഇതേ കാര്യം തന്നെയാണ് പറയുന്നത്. അത് തന്നെ യാജ്ഞവൽക്യ മഹർഷിയും ആവർത്തിക്കുന്നു. തൃതീയ മന്ത്രത്തിലേക്ക് വീണ്ടും രണ്ടാമത്തെ മന്ത്രത്തിന്റെ അവസാനം പറഞ്ഞു, ഏവമേവ ഏതത് യാജ്ഞവൽക്യ അന്തര്യാമിണം ബ്രൂഹി. അങ്ങ് ഈ ഒറ്റ വാക്കിൽ പറഞ്ഞ അന്തര്യാമിയെ കുറിച്ച് അല്ല, എനിക്ക് കുറച്ചുകൂടെ വിസ്തരിച്ചു പറയണം. വിസ്തരേണ ബ്രൂഹി ഇതി എന്ന് യാജ്ഞവൽക്യ മഹർഷിയോടായിക്കൊണ്ട് ഉദ്ദാലകൻ ചോദിച്ചു. അതിൻ്റെ വിസ്താരം മൂന്നാമത്തെ മന്ത്രത്തിൽ എന്താണ് പറയുന്നത്? പൃഥിവ്യാം തിഷ്ഠൻ, അതായത് നമ്മൾ ഈ അനുഭവിക്കുന്ന അല്ലെ നമ്മൾ ഈ ജീവിക്കുന്ന ഈ പൃഥിവി, അതിനെ സൃഷ്ടിച്ചതും അതിനെ നിലനിർത്തുന്നതും അതിനെ പരിപാലിപ്പിക്കുന്നതും ഒക്കെ പരമാത്മാവാണ്. ആ പൃഥിവി മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന ആ പരമാത്മാവിനെ തന്നെയാണ് ഗൗതമ നീ കേട്ട അന്തര്യാമി, അല്ലെ അതിനെ തന്നെയാണ് ശാസ്ത്രം സൂത്രാത്മാ എന്ന് വിളിക്കും. അല്ലെ ഈ ശാസ്ത്രം എന്ന് പറയുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കരുത്. ശാസ്ത്രം എന്നാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ശാസനാത്രായതേ ഇതി ശാസ്ത്ര. അല്ലേ, ശാസ്ത്രം വിളിക്കുന്നു നമ്മൾ എപ്പോഴും പറയാറുണ്ട്. എന്താണ് ഈ ശാസ്ത്രം? ശാസനാത് ത്രായതേ ഇതി ശാസ്ത്രം. എന്താണോ നമ്മളെ ശാസന കൊണ്ട് ത്രാണനം ചെയ്യുന്നത്, രക്ഷിക്കുന്നത്, അല്ലേ? അതായത് ശാസന എന്ന് പറഞ്ഞാൽ വഴക്കു പറയുക എന്നല്ല അർത്ഥം, പഠിപ്പിക്കുക, അല്ലേ? അധ്യയനത്തിലൂടെ നമ്മളെ ദുഃഖത്തിൽ നിന്ന് കരകയറ്റുന്ന എന്താണോ അതിനെയാണ് ശാസ്ത്രം എന്ന് പറയുന്നത്, അല്ലേ? അപ്പം ശാസ്ത്രം അന്തര്യാമി എന്ന് വിളിക്കുന്നു, ശാസ്ത്രം ശൂത്രാത്മാ എന്ന് വിളിച്ചാൽ എന്താണ് ശാസ്ത്രം? അത് ഓർത്ത് വെക്കണം. നമ്മൾ പഠിക്കുന്ന അദ്വൈത ശാസ്ത്രമാണ്, അല്ലെ മോക്ഷശാസ്ത്രം നമ്മൾ പറയാറുണ്ട്, അല്ലേ? ഇപ്പം ഭാഗവതം എടുത്തോട്ടെ, ഭഗവത്ഗീത എല്ലാം മോക്ഷശാസ്ത്രമാണ്. എന്താണ് ശാസ്ത്രം? ഓർത്ത് വെക്കണം. അതെ, ശാസനാത് ത്രായതേ ഇതി ശാസ്ത്ര. എന്താണോ അധ്യയനത്തിലൂടെ നമ്മളെ ത്രാണനം ചെയ്യുന്നത്, ത്രാണനം ചെയ്യാന്ന് വെച്ചാൽ രക്ഷിക്കുക, അതായത് ദുഃഖത്തിൽ നിന്നും കരകയറ്റുന്നത് എന്തോ അതെല്ലാം ശാസ്ത്രമാണ്. അല്ലാണ്ട് ഊർജതന്ത്രം, രസതന്ത്രം, ഗണിതശാസ്ത്രം ആ ശാസ്ത്രമല്ല. ഇവിടെ നമ്മൾ പറയുന്ന ശാസ്ത്രം എന്ന് വെച്ചാൽ നമ്മൾ ത്രാണനം ചെയ്യുക, ദുഃഖത്രാണനം, ദുഃഖത്തിൽ നിന്ന് കരകയറ്റുന്നത്, അതിനെ ശാസ്ത്രം എന്ന് വിളിക്കുന്നു. ആ ശാസ്ത്രം അല്ലയോ ഗൗതമ അന്തര്യാമി എന്ന് പരമാത്മാവിനെ വിളിക്കും, ചിലപ്പോൾ സൂത്രാത്മാ എന്ന് വിളിക്കും, അല്ലേ? ചിലപ്പോൾ അമൃതം എന്ന് വിളിക്കും, അക്ഷരം എന്ന് വിളിക്കും, പല പര്യായങ്ങൾ പറയുന്നു. ആ പര്യായങ്ങളോട് കൂടിയ പരമാത്മാവ് തന്നെയാണ് പൃഥിവ്യാം തിഷ്ഠൻ, പൃഥിവിയിൽ വ്യാപിച്ചിരിക്കുന്നത്, അല്ലേ? ആ ശക്തി സ്വരൂപം തന്നെയാണ് അന്തര്യാമി ഉദ്ദാലക, നീ അത് മനസ്സിലാക്കൂ എന്ന് മൂന്നാമത്തെ മന്ത്രത്തിൽ പറഞ്ഞു. ഇനി അടുത്ത ചതുർത്ഥ മന്ത്രം, നാലാമത്തെ മന്ത്രം. യഹ അപ്സുഹു തിഷ്ഠൻ അദ്ഭ്യഃ അന്ധരഃ യം ആപഃ ന വിദുഃ യസ്യ ആപഃ ശരീരം യഹ ആപഃ അന്തരഃ യമയതി ഏഷദാത്മാ അന്തര്യാമി അമൃതഃ. ഇനി എളുപ്പമാണ്, ഓരോ വാക്ക് മാത്രമേ മാറുന്നുള്ളൂ. തൊട്ട് മുമ്പ് പൃഥിവി പറഞ്ഞു, ഇനി അത് മാറ്റി അപ്സുവായി. അപ്സു എന്ന് വെച്ചാൽ ജലം, അല്ലേ? അപ്പം എന്തായിരിക്കും? യഹ അപ്സുഹു തിഷ്ഠൻ. യഹ എന്ന് വെച്ചാൽ യഹ പരമാത്മാ, അല്ലെങ്കിൽ യഹ സൃഷ്ടികർത്ത ഈശ്വരഃ എന്ത് വേണേലും നമുക്ക് വിളിക്കാം. ഏതൊരു ശക്തിയാണോ അപ്സുഹു തിഷ്ഠൻ. ഇപ്പോൾ തിഷ്ഠൻ എന്നുള്ള വാക്കിൻ്റെ അവിടെ, അല്ലേ, അപ്സുവിൽ സ്ഥിതി ചെയ്യുന്ന, ജലത്തിൽ സ്ഥിതി ചെയ്യുന്നതെന്നാണ് നമ്മളവിടെ അധ്യാഹാരം ചെയ്യണം. ജലത്തെ സൃഷ്ടിച്ചതും ജലത്തിൽ വ്യാപിച്ചിരിക്കുന്നു, അല്ലേ?
ഇപ്പം പഞ്ചമഹാഭൂതങ്ങളിൽ പൃഥിവി പറഞ്ഞു, ഭൂമി പറഞ്ഞു അല്ലേ. പഞ്ചമഹാഭൂതങ്ങൾ ഏതൊക്കെയാണ്? ഒരുമിച്ച് പറയാ, മറന്നു പോകും എല്ലാവരും. അതുകൊണ്ടാണ് ആകാശം, വായു, അഗ്നി, ജലം, പൃഥിവി അല്ലേ. ഇതാണല്ലോ പഞ്ചമഹാഭൂതം. അതിൽ പൃഥിവി പറഞ്ഞു. ഇനി രണ്ടാമത് ജലം പറയുകയാണ്. ജലത്തിൽ തിഷ്ടൻ എന്ന് വെച്ചാൽ ജലത്തിനെ സൃഷ്ടിച്ചത്, പിന്നെ ജലത്തിൽ വ്യാപിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ജലത്തെ നിലനിർത്തുന്നത് ആരാണ്? അദ്ഭ്യഃ അന്തരഃ, ജലത്തിൽ സ്ഥിതി ചെയ്തുകൊണ്ട് ഇരിക്കുന്നത് അല്ലയോ ഗൗതമ. അത് തന്നെയാണ് നീ ചോദിച്ച അന്തര്യാമി അല്ലെങ്കിൽ സൂത്രാത്മാ എന്ന് വിളിക്കുന്നത് അല്ലേ. നമ്മൾ ഈശ്വരൻ, സൃഷ്ടികർത്താവ് ആരാണ്? ഈശ്വരൻ അല്ലേ. പരമാത്മാവ് മായാസഹിതനായി സൃഷ്ടി നടത്തി. ആ സൃഷ്ടി നടത്തിയ എന്തിനെയാണ് ആദ്യം സൃഷ്ടിച്ചത്? പഞ്ചമഹാഭൂതങ്ങളെ അല്ലേ. പഞ്ചമഹാഭൂതത്തിൽ നിന്നുമാണ് നമ്മൾ തത്വബോധം ഓർത്താൽ മതി. പഞ്ചീകരണം അല്ലേ, അല്ലെങ്കിൽ ചാന്തോക്യ ഉപനിഷത്ത് 6ാം അധ്യായം ത്രിവിത്കരണം, ഇതിലൊക്കെ സൃഷ്ടിയെക്കുറിച്ച് പഠിച്ചത്. ഇനി അതൊന്നും പഠിച്ചില്ല, ഇത് ഓർത്താൽ മതി. പരമാത്മാവാണ് എല്ലാറ്റിനെയും സൃഷ്ടിച്ചത്. അതിൽ ഓരോ മഹാഭൂതങ്ങളായിട്ട് യാജ്ഞവൽക്യ മഹർഷി പറയുന്നു. രണ്ടാമത്തെ മഹാഭൂതമായി പറയുന്നത് ജലതത്വമാണ്. ജലത്തെ സൃഷ്ടിച്ചതും പരമാത്മാവ് തന്നെ, ജലത്തെ പരിപാലിക്കുന്നത് പരമാത്മാവ് തന്നെ. അത് നീ അറിയുന്നില്ല. യം ആപഹ ന വിദുഹു, അതാര് അറിയുന്നില്ല, നിനക്കറിയില്ല അല്ലയോ ഗൗതമ എന്ന് ഇവിടെ പ്രത്യക്ഷമായി പറയുന്നില്ല. യം ആപഹ ന ഗൗതമ എന്ന് വേണം പറയാമായിരുന്നു. പക്ഷെ ന വിദുഹു എന്ന് പറഞ്ഞു. അത് ആരറിയുന്നില്ല, അതായത് ഗൗതമനെ അഡ്രസ്സ് ചെയ്യുന്നില്ല, നേരിട്ട് പറയുന്നില്ല. അത് ആരറിയുന്നില്ല, അതെൻ്റെ കുഴപ്പമല്ല. അത് തന്നെയാണ് അന്തര്യാമി, അത് തന്നെയാണ് പരമാത്മാ എന്ന് ആരറിയുന്നില്ല. അത് അവരുടെ അജ്ഞാനമാണ് അല്ലയോ ഗൗതമ, നീയും അജ്ഞാനിയാണ് എന്ന് പറയാണ്ട് പറയുകയാണ് യാജ്ഞവൽക്യ മഹർഷി. ന വിദു, അതാണ് സഭാമര്യാദ. അതായത് യാജ്ഞവൽക്യ മഹർഷിയെ ഗാർഗി ചീത്ത വിളിച്ചു, അല്ലെങ്കിൽ ആദ്യം അശ്വലൻ തന്നെ പറഞ്ഞു, പിന്നെ ഇപ്പം ഗൗതമനും പറഞ്ഞു അങ്ങ് ഈ പശുക്കളെ എല്ലാം കൊണ്ടുപോയത് ശരിയല്ല എന്നൊക്കെ. എത്ര പേരുടെ ചീത്തയാ കേട്ടെ. പക്ഷേ യാജ്ഞവൽക്യ മഹർഷി ഒരാളെ പോലും മോശമായി പറയുന്നില്ല. എല്ലാവരെയും സ്നേഹത്തോടെ അല്ലെ വാത്സല്യത്തോടെ മര്യാദയോടുകൂടി തന്നെയാണ് അഭിസംബോധന ചെയ്യുന്നത്. ന ഗൗതമ എന്ന് പറയാം, പക്ഷെ ന വിദുഹു, അത് ആരറിയുന്നില്ലയോ. അതായത് ഗൗതമൻ മുതലായ അജ്ഞാനികൾ അതറിയുന്നില്ല. അതായത് ജലത്തെ സൃഷ്ടിച്ചതും പൃഥിവിയെ സൃഷ്ടിച്ചതും ഒക്കെ ഈശ്വരനാണെന്ന് ആരറിയുന്നില്ല. അത് അവരുടെ കുഴപ്പമാണ് ഗൗതമ. യസ്യ ആപഹ ശരീരം യഹ ആപഹ അന്തരഃ യമയതി, ആ ജലതത്വം തന്നെയാണ് അല്ലയോ ഗൗതമ എല്ലാറ്റിനും വ്യാപിച്ചിരിക്കുന്നത് അല്ലേ. ആ ജലത്തിനെ പരിപാലിക്കുന്നത് യമയതി അല്ലേ. യമയതി എന്നുള്ള വാക്കിന് എല്ലാ മന്ത്രങ്ങളിലും വരും. അവിടെയൊക്കെ നമ്മൾ അധ്യാഹാരം ചെയ്യണം. പരിപാലയതി, ആ വാക്ക് മറന്നു പോകരുത് അല്ലേ. പരിപാലയതി അല്ലേ, ജലത്തിനെ പരിപാലിക്കും അല്ലേ. നമുക്കറിയാം വെള്ളം ഇല്ലാണ്ട് നമ്മൾ എങ്ങനെ ജീവിക്കും? ഭൂമിയുണ്ട് അല്ലേ, ഭൂമി ഉണ്ടായിട്ട് കാര്യമുണ്ടോ? ഇതിൽ ആദ്യം പറഞ്ഞ പ്രാണൻ വേണം, ഇപ്പം മൂന്നാമത് പറയുന്ന ജലവും വേണം. അപ്പം അത് പരിപാലനം ചെയ്യുന്ന ആരാണ്? പരമാത്മാവ്. അതാണ് യമയതി, അതിനെ പരിപാലിക്കുന്നത് പരമാത്മാവാകുന്നു. ആ പരമാത്മാവിനെ തന്നെയാണ് ഏഷദാത്മാ അന്തര്യാമി അമൃതഃ, അല്ലയോ ഗൗതമ അത് തന്നെയാണ് അന്തര്യാമി എന്ന് വിളിക്കുന്ന ഈശ്വരൻ അല്ല, സൃഷ്ടികർത്ത. ആ ഈശ്വരനെ മറ്റൊരു പേരും കൂടിയുണ്ട്, നിനക്കത് അറിയില്ലായിരിക്കും, അതുകൊണ്ട് ഞാൻ പറഞ്ഞു തരാം. അതാണ് അമൃതൻ അല്ലേ. അമൃതം എന്ന വാക്കിന് നാശരഹിതൻ അല്ലേ എന്നുള്ള അർത്ഥം. സൂത്രാത്മാ, ഇതൊക്കെ സിനോണിമസാണ്. ഇങ്ങനെ യാജ്ഞവൽക്യ മഹർഷി പറഞ്ഞു പോവുകയാണ്. അപ്പം പ്രാണതത്വം കഴിഞ്ഞു, ഇനി പൃഥ്വി തത്വം കഴിഞ്ഞു, ജലതത്വം കഴിഞ്ഞു. ഇനി അടുത്തത് അന്തരീക്ഷം അല്ല അഗ്നി. അടുത്തത് അഗ്നി, അത് കഴിഞ്ഞ് അന്തരീക്ഷം. 5ാമത്തെ മന്ത്രം അല്ലേ. നമുക്ക് വേഗം പോകാമല്ലോ അല്ലേ, പ്രയാസമൊന്നും ഇല്ലെന്ന് വിചാരിക്കുന്നു.
അല്ലേ? ആകാശം, വായു, അഗ്നി, മൂന്നാമത്തെ മഹാഭൂതം. പഞ്ചമഹാഭൂതങ്ങളിൽ മൂന്നാമത്തെ മഹാഭൂതമാണ് പഞ്ചമ മന്ത്രത്തിൽ പറയുന്നത്. യഹ അഗ്നൗ, യോ അഗ്നോ എന്നുള്ളത് യഹ വിസർഗാക്കുക അവിടെ. യഹ അഗ്നൗ തിഷ്ഠൻ, അഗ്നി എന്നുള്ള വാക്ക് മാത്രമേ മാറുന്നുള്ളൂ. ബാക്കിയെല്ലാം തൊട്ട് മുമ്പത്തെ മന്ത്രം പോലെ തന്നെ റിപ്പീറ്റേഷൻ ആണ്. അഗ്നേ അന്തരഹ യം അഗ്നിഹി ന വേദ. യം അഗ്നിഹി, അഗ്നിർ റകാരം മാറ്റി വിസർഗാക്കുക. അഗ്നിഹി ന വേദ. ഒന്നുകൂടെ പറയാം. യഹ അഗ്നൗ തിഷ്ഠൻ അഗ്നേ അന്തരഹ, അഗ്നേ അന്തരഹ യം അഗ്നിഹി ന വേദ. യമഗ്നിർന വേദ, യം അഗ്നിഹി ന വേദ. യസ്യ അഗ്നിഹി, യസ്യ അഗ്നിഹി, യസ്യാഗ്നി പഠിച്ചിട്ടുണ്ടല്ലേ? യസ്യാഗ്നിഹോത്രം, അദർശം. അപ്പോൾ ഇപ്പം മുണ്ടകോപനിഷത്ത് അവിടെ തന്നെ. യസ്യ അഗ്നിഹി ശരീരം, യഹ അഗ്നിം, യഹ യോഗ്നിമന്തരോ യമയതി, യഹ അഗ്നിം അന്തരഹ യമയതി, യഹ അഗ്നിം അന്തരഹ യമയതി ഏഷദാത്മാ അന്തർയാമി അമൃതഃ. ഒരുമിച്ച് ചൊല്ലാം. യഹ അഗ്നൗ തിഷ്ഠൻ അഗ്നേ അന്തരഹ യം അഗ്നിഹി ന വേദ. യസ്യ അഗ്നിഹി ശരീരം, യഹ അഗ്നിം അന്തരഹ യമയതി ഏഷദ ആത്മാ അന്തർയാമി അമൃതഃ. യഹ അഗ്നൗ തിഷ്ഠൻ അഗ്നേ അന്തരഹ യം അഗ്നിഹി ന വേദ. യസ്യ അഗ്നിഹി ശരീരം, യഹ അഗ്നിം അന്തരഹ യമയതി ഏഷദ ആത്മാ അന്തർയാമി അമൃതഃ. നമുക്കിത് കഴിഞ്ഞിട്ടില്ലേ ഒരു കോളം പോലെ സാധാരണ നമ്മൾ ചെയ്യാറില്ല, അതുപോലെ ചെയ്യാം. അപ്പോൾ എളുപ്പമാണത്. അതായത് രണ്ടാമത്തെ മന്ത്രം പഞ്ചപ്രാണൻ അല്ലേ, മൂന്നാമത്തെ മന്ത്രം പൃഥിവി, നാലാമത്തെ മന്ത്രം ജലം അല്ലേ. അപ്പം മന്ത്രം ഒരു കോളം വരയ്ക്കുക, മന്ത്ര നമ്പർ ഇടുക, അടുത്ത കോളത്തിൽ എന്തിനെക്കുറിച്ചാണോ അവിടെ ഓരോ മന്ത്രത്തിൽ എന്തിനെയാണ് പരാമർശിക്കുന്നത് അത് തന്നെയാണ് പരമാത്മാ അല്ലെ അന്തർയാമി എന്ന് വിളിക്കുന്നത്. ഇത്രയേ ഉള്ളൂ. ആ കോളം മാത്രം നോക്കിയാൽ എളുപ്പമാകും. നമുക്കത് ചെയ്യാം ഈ പഠനത്തിന് ശേഷം. പിന്നെ ഇതിന് അഞ്ചാമത്തെ മന്ത്രത്തിൽ എന്തായിരിക്കും പറയുന്നത്? അഗ്നി. അഗ്നി ഏതാണ്? പഞ്ചമഹാഭൂതങ്ങളിൽ ആകാശം, വായു, അഗ്നി. മൂന്നാമത്തെ മഹാഭൂതമാണ് അഗ്നി എന്നുള്ള മഹാഭൂതം. അതിനെ ഇവിടെ ഓർഡറിലൊന്നും പറയുന്നില്ല യാജ്ഞവൽക്യ മഹർഷി. അതിൻ്റെ ആവശ്യമില്ല. കാരണം നമ്മൾ ബൃഹദാരണ്യം പഠിക്കുന്നത് തുടക്കത്തിലല്ല അല്ലേ, നമ്മൾ പ്രിലിമിനറി സ്റ്റെപ്പെല്ലാം കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പം അങ്ങനെയുള്ള അധികാരികൾക്ക് മഹാഭൂത ഓർഡറിലൊന്നും പറയേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഇവിടെ യാജ്ഞവൽക്യ മഹർഷി അദ്ദേഹത്തിൻ്റെ രീതിയിൽ അങ്ങ് പറയുന്നതേ ഉള്ളൂ. നമുക്ക് വേണമെങ്കിൽ ഓർത്തു വെക്കാനായിട്ട് ഓർഡറിൽ പഠിക്കുന്ന അല്ലെങ്കിൽ ഓർത്തു വെക്കുന്നത് എളുപ്പമാണ്. ആകാശം, വായു, അഗ്നി, ജലം, പൃഥിവി അല്ലേ. ഇപ്പോൾ താഴേന്ന് പറയുന്നത് ഇവിടെ മൂന്നാമത്തെ മഹാഭൂതം പറയുന്നു. അല്ലയോ ഗൗതമ, അഗ്നി. അതായത് പരമാത്മാവിൻ്റെ മഹാഭൂത സൃഷ്ടിയിൽ മൂന്നാമത്തെ മഹാഭൂത സൃഷ്ടിയാണ് അഗ്നി അല്ലേ. അഗ്നി ഇല്ലെങ്കിൽ നമുക്ക് നിലനിൽപ്പില്ല. ഭൂമിക്കല്ല, ഒരു ലോകങ്ങൾക്ക്. ഈ പഞ്ചമഹാഭൂതം ഇല്ലെങ്കിൽ 14 ലോകങ്ങൾക്ക് നിലനിൽപ്പില്ല. അതിൻ്റെ അളവിന് വ്യത്യാസമുണ്ടെന്നേ ഉള്ളൂ. ഇപ്പം ഭൂമിയിലാണെങ്കിൽ ജലതത്വമാണ് കൂടുതൽ അല്ലേ.
ഉയർന്ന ലോകങ്ങളിലാണെങ്കിൽ വായു തത്വമാണ് കൂടുതൽ, അല്ലേ? താഴ്ന്ന ലോകങ്ങളിലാണെങ്കിൽ, അല്ലെങ്കിൽ അധോ ലോകങ്ങളിലാണെങ്കിൽ അഗ്നിതത്വമാണ് കൂടുതൽ, അല്ലേ? നമ്മൾ ഭൂമി കുഴിച്ചു കുഴിച്ചു പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ കേട്ടിട്ടില്ല, പല സന്ദർഭങ്ങളിലും നമ്മൾ ഇത് തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ദേവതകളൊക്കെ പറന്ന് നടക്കുന്നത് നമ്മൾ ടി വി സീരിയലിലൊക്കെ കാണുന്നത്? അവിടെ വായു തത്വം കൂടുതലായതുകൊണ്ട്, അല്ലേ? ഈ റോക്കറ്റ് വിക്ഷേപിക്കുമ്പോൾ ഈ സുനിത വില്യംസ് ഒക്കെ പോയാൽ നിങ്ങൾ കണ്ടില്ലേ? എന്തുകൊണ്ടാണ് അവർ പറക്കുന്നത് അവിടെ സ്പേസിൽ പോയിട്ട്? വായു തത്വം അവിടെ കൂടുതലായതുകൊണ്ട്. അപ്പോൾ ഈ പഞ്ചമഹാഭൂതങ്ങളുടെ തത്വത്തിൻ്റെ അളവിന് മാത്രം വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. ഇതില്ലെങ്കിൽ ഒരു ലോകവുമില്ല. അപ്പോൾ ഇവിടെ അഗ്നി നമുക്കും വേണം, അല്ല? നമ്മളെങ്ങനെ ജീവിക്കും, അല്ലേ? നമ്മുടെ ശരീരം നിലനിൽക്കണമെങ്കിൽ വായു എത്ര പ്രാധാന്യമുണ്ടോ അതുപോലെ തന്നെ അഗ്നിയുണ്ട്. ജഠരാഗ്നി ഇല്ലെങ്കിൽ എങ്ങനെ നമ്മുടെ ആമാശയം പ്രവർത്തിക്കും? എങ്ങനെ ഡൈജഷൻ നടക്കും? ജഠരാഗ്നി പോയാൽ നമ്മൾ ജഡമായി. അപ്പോൾ ഇതെല്ലാം ആവശ്യമാണ്. അപ്പോൾ ഇതിനെ സൃഷ്ടിച്ചത്, ഏതിനെ? അഗ്നിയെ സൃഷ്ടിച്ചതും പരമാത്മാവ് തന്നെയാണ്. തിഷ്ടൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ കണ്ട് സൃഷ്ടിച്ചതും അതിൽ വ്യാപിച്ചിരിക്കുന്നതും, അല്ലേ? അല്ലെങ്കിൽ അതിൽ സ്ഥിതി ചെയ്യുന്നതും. യഹ അഗ്നൗ തിഷ്ടൻ. അല്ലയോ ഗൗതമ, നീ ചോദിച്ചല്ലോ അന്തർയാമി ആരെന്ന്. ആ അന്തർയാമിയായ പരമാത്മാവാണ് അഗ്നിതത്വത്തെ സൃഷ്ടിച്ചത്, അഗ്നിയെ പരിപാലിക്കുന്നതും. അത് നിനക്കറിയില്ല, അത് അറിയ വേണം, അല്ലേ? ആ അഗ്നിയിൽ യഹ അഗ്നിം അന്തരഹ അമയതി. അഗ്നിയെ പരിപാലിക്കുന്നതും പരമാത്മാവ് തന്നെയാണ്. അതാണ് നീ ചോദിച്ച അന്തർയാമി അമൃതഃ. അതിനെയാണ് ശാസ്ത്രം അന്തർയാമി എന്ന് വിളിക്കുന്നത്, സൂത്രാത്മാ എന്ന് വിളിക്കുന്നത്, അമൃതഃ എന്ന് വിളിക്കുന്നത്, അല്ലേ? എളുപ്പമല്ലേ? അടുത്ത മഹാഭൂതത്തിലേക്ക് പോകാം. മന്ത്ര 6. യഹ അന്തരിക്ഷേ തിഷ്ടൻ അന്തരീക്ഷാത് അന്തരഃ. അന്തരീക്ഷാത് തകാരമാണ്, താമര എന്നൊക്കെ എഴുതില്ലേ? അന്തരീക്ഷ താഴെയുണ്ട്. വേർഡ് ബൈ വേർഡ് മീനിങ് നോക്കിയാൽ മതി. അവിടെ സ്വാമിജി അന്വയിച്ച് എഴുതിയിട്ടുണ്ട്. അന്തരീക്ഷാത് അന്തരഃ. യഹ അന്തരീക്ഷേ തിഷ്ടൻ അന്തരീക്ഷാത് അന്തരഃ യം അന്തരീക്ഷം ന വേദ യസ്യ അന്തരീക്ഷം ശരീരം. യഹ അന്തരീക്ഷം അന്തരഃ. യഹ അന്തരീക്ഷം അന്തരഃ യമയതി ഏഷദാത്മാ അന്തർയാമി അമൃതഃ. യഹ അന്തരീക്ഷേ തിഷ്ടൻ അന്തരീക്ഷാത് അന്തരഃ യം അന്തരീക്ഷം ന വേദ യസ്യാന്തരീക്ഷം. യസ്യ അന്തരീക്ഷം ഒരുമിച്ച് പറയുമ്പോൾ യസ്യാന്തരീക്ഷം. രണ്ട് വാക്കാണത്. യസ്യ അന്തരീക്ഷം ശരീരം. യഹ അന്തരീക്ഷം അന്തരഃ യമയതി ഏഷദാത്മാ അന്തർയാമി അമൃതഃ. യഹ അന്തരീക്ഷേ തിഷ്ടൻ അന്തരീക്ഷാത് അന്തരഃ യം അന്തരീക്ഷം ന വേദ യസ്യ അന്തരീക്ഷം ശരീരം. യഹ അന്തരീക്ഷം അന്തരഃ യമയതി ഏഷദാത്മാ അന്തർയാമി അമൃതഃ. യഹ അന്തരിക്ഷേ തിഷ്ടൻ അന്തരീക്ഷാത് അന്തരഃ യം അന്തരീക്ഷം ന വേദ യസ്യ അന്തരീക്ഷം ശരീരം. യഹ അന്തരിക്ഷം അന്തരഃ യമയതി ഏഷദ ആത്മാ അന്തർയാമി അമൃതഃ. അടുത്ത അന്തരീക്ഷം. അന്തരീക്ഷം എന്ന് വെച്ചാൽ പഞ്ചമഹാഭൂതങ്ങളിൽ ഒന്നാമത്തെ മഹാഭൂതം, അല്ലേ? അതിനെയാണ് ഇവിടെ പറയുന്ന അന്തരീക്ഷം, ആകാശം, അല്ലേ? ആകാശത്തിനെ ഇവിടെ അന്തരീക്ഷം എന്ന് പറയുന്നു. അതായത് നമ്മൾ കാണുന്ന നീലാകാശമല്ല, അല്ലേ? വ്യാപിച്ചിരിക്കുന്ന അന്തരീക്ഷം, അതിനെ ഇവിടെ
യാജ്ഞവൽക്യ മഹർഷി പറയുകയാണ്. അപ്പോൾ പഞ്ചമഹാഭൂതങ്ങളിൽ ഏതൊക്കെ കഴിഞ്ഞു? പൃഥിവി കഴിഞ്ഞു, ജലം കഴിഞ്ഞു, അഗ്നി കഴിഞ്ഞു. അടുത്ത നാലാമതായിട്ട് അന്തരീക്ഷത്തിനെ, പ്രഥമ മഹാഭൂതത്തിനെ യാജ്ഞവൽക്യ മഹർഷി പറയുകയാണ്. യഹ അന്തരീക്ഷേ തിഷ്ഠൻ, അല്ലയോ ഗൗതമ, ഈ അന്തരീക്ഷം സൃഷ്ടിച്ചത്, തിഷ്ഠൻ സൃഷ്ടിച്ചതും ആ അന്തരീക്ഷത്തിൽ വ്യാപിച്ചിരിക്കുന്നതും, അല്ലെ? തിഷ്ഠൻ, തിഷ്ഠൻ എന്ന് വെച്ചാൽ സൃഷ്ടി പ്ലസ് വ്യാപനം, അല്ലേ? ഇനി എല്ലായിടത്തും ഇതേ അർത്ഥം തന്നെയാണ്. തിഷ്ഠൻ എന്നുള്ള വാക്കിന് രണ്ടർത്ഥമാണ്. ഒന്ന് സൃഷ്ടി, രണ്ട് വ്യാപനം. യഹ അന്തരീക്ഷേ തിഷ്ഠൻ. ഇനി എഴുതണ്ട, ഇത് തന്നെ അങ്ങനെ പോവാണല്ലോ, ഓരോ വാക്ക് മാത്രമേ മാറുന്നുള്ളൂ. അന്തരീക്ഷം സൃഷ്ടിച്ചതും അതിൽ വ്യാപിച്ചിരിക്കുന്നതും ആ പരമാത്മാവ് തന്നെയാണ്, അല്ലയോ ഗൗതമ. അത് നീ അറിയുന്നില്ല. എന്തുകൊണ്ട്? നിന്റെ അജ്ഞാനം കാരണം. അത് ആരും അറിയുന്നില്ല. അറിയാത്തവർ അവരുടെ അജ്ഞാനം കൊണ്ടാണ്. പക്ഷെ ഇതാണ് സത്യം. യം അന്തരീക്ഷം ശരീരം യഹ അന്തരീക്ഷം അന്തരഹ യമയതി. അത് പരമാത്മാവിൻ്റെ തന്നെ ശരീരമാണ് ഈ അന്തരീക്ഷം മുഴുവൻ. അതിൽ ശരീരം എന്ന് വെച്ചാൽ ഇവിടെ എന്താണ്? നമ്മുടെ പോലത്തെ സ്ഥൂല ശരീരമല്ല. പരമാത്മാവ് വ്യാപിച്ചിരിക്കുകയാണ് ഈ അന്തരീക്ഷം മുഴുവൻ. വ്യാപിക്കുക മാത്രമല്ല, വെറുതെ ഇങ്ങനെ എല്ലായിടത്തും പോയിരിക്കുകയല്ല ചെയ്യുന്ന. യമയതി, അതിൽ വ്യാപിച്ചിരുന്നു കൊണ്ട് ഏതിനെ? അന്തരീക്ഷത്തെ പരിപാലിക്കുകയും. യമയതി പരിപാലയതി, അല്ലേ? ഇത് ഈ മീനിങ് ആവർത്തിച്ച് പറയുന്നത് മനസ്സിൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ. യമയതി. ഇനി യമയതി എന്ന് എവിടെ കേട്ടാലും ഓർമ്മ വരണം. പരിപാലയതി, പരമാത്മാവ് തന്നെയാണ് ആകാശത്തിൽ വ്യാപിച്ചിരിക്കുന്നതും അതിനെ പാലിക്കുന്നതും. ഏഷത ആത്മാ അന്തർയാമി, അതിനെയാണ് അല്ലയോ ഗൗതമ നീ ചോദിച്ച അന്തർയാമി, അതാകുന്നു. അത് തന്നെയാണ് അമൃതം, അല്ലേ? നാശരഹിതന. എങ്ങനെ ഒരാൾക്ക് പരിപാലിക്കാൻ സാധിക്കും? ഒരാൾ വീക്കായിട്ടിരിക്കുകയാണ്, അയാൾക്ക് സാമ്പത്തികമായ ഒന്നുമില്ല, ശാരീരികമായ ഒന്നുമില്ല, അല്ലെ? ഒരു സിദ്ധികളുമില്ല, ഒരു കഴിവുമില്ല. അവരെങ്ങനെ നമ്മളെ പരിപാലിക്കും, അല്ലേ? അപ്പോൾ അത് പരിപാലിക്കണമെങ്കിൽ എന്തായിരിക്കണം? സർവശക്തിമാനായിരിക്കണം. അതുകൊണ്ടാണ് ഇവിടെ അമൃതഃ, അല്ലേ? സർവജ്ഞഃ, സർവശക്തിമാൻ, അല്ലേ? നാശരഹിതഃ ഇത്യാദി ഇത്യാദി അർത്ഥങ്ങൾ അമൃതഃ എന്നതുകൊണ്ട് ഉദ്ദേശിക്കും. അമൃതഃ നാശരഹിതഃ. ആര്? അന്തർയാമി. നാശരഹിതനായതുകൊണ്ടാണ് ഭഗവാന് സൃഷ്ടിക്കാൻ സാധിച്ചത്, ഭഗവാന് വ്യാപിക്കാൻ സാധിച്ചത്, ഭഗവാന് പരിപാലിക്കാൻ സാധിച്ചത്, അല്ലേ? അതുകൊണ്ടാണ് യാജ്ഞവൽക്യ മഹർഷി ഒന്നും കൂടെ ഉറപ്പിക്കാൻ വേണ്ടി പറയുകയാണ് അമൃതഃ എന്നുള്ള വാക്ക്, അല്ലേ? എന്തുകൊണ്ട് അമൃതഃ? ഗൗതമൻ ചോദിച്ചില്ല, അന്തർയാമിയെക്കുറിച്ച് ചോദിച്ചുള്ളൂ. പക്ഷേ യാജ്ഞവൽക്യ മഹർഷി അമൃതഃ എന്നും കൂടെ ആ പര്യായം കൂടെ, അല്ലെ, പരമാത്മാവിൻ്റെ ആ വിശേഷണം കൂടെ കൂട്ടിച്ചേർത്തു. എന്തുകൊണ്ടാണ് ഇവിടെ അമൃതഃ എന്ന് കൂട്ടിച്ചേർത്ത്? എല്ലായിടത്തും കൂട്ടിച്ചേർക്കുന്നു. എന്തിനു വേണ്ടിയാണ്? ഭഗവാൻ നാശരഹിതനായതുകൊണ്ടാണ് സൃഷ്ടി നടത്താൻ സാധിക്കുന്നത്, വ്യാപിക്കാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ സ്ഥിതി, അല്ലെ? സൃഷ്ടി സ്ഥിതി, പിന്നെ പരിപാലിക്കാൻ സാധിക്കുന്നത്. അത് ഉറപ്പിക്കാൻ വേണ്ടിയാണ് അമൃതഃ. ഇപ്പം നമുക്ക് എത്ര കാലം പരിപാലിക്കാൻ സാധിക്കും? നമ്മളൊക്കെ മൃതസ്വരൂപികളാണ്, അല്ലേ? ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ മൃതമാകും, ജഡമാകും, അല്ലെ നശിക്കും. നമുക്ക് എത്ര കാലം പരിപാലിക്കും? നമുക്ക് വലിയ വീടുണ്ട്, എത്ര കാലം ഞാൻ പരിപാലിക്കും, അല്ലേ? അതിനൊരു പരിമിതിയുണ്ട്. അല്ലെങ്കിൽ എനിക്ക് ഇന്ന കാര്യങ്ങളുണ്ട്, എത്ര കാലം ഞാൻ പരിപാലിക്കും അതിനെ? ഞാനുള്ളിടത്തോളം കാലം അല്ലേ പരിപാലിക്കാൻ സാധിക്കും. അത് കഴിഞ്ഞാലോ എനിക്ക് പരിപാലിക്കാൻ സാധിക്കില്ല, അല്ലേ? പരിപാലിക്കുന്ന വെച്ചാൽ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, സംരക്ഷിക്കുക. അങ്ങനെ പറ്റും? ഇല്ല. പക്ഷെ പരമാത്മാവിനെ എന്തുകൊണ്ട് പരിപാലിക്കാൻ സാധിക്കും? അമൃതനായത്. അപ്പോൾ യമയതി എന്നുള്ള വാക്ക് പരിപാലയതി എന്ന് നമ്മൾ വ്യാഖ്യാനിച്ചതിൻ്റെ കാരണം ഇതാണ്. അമൃതൻ, പരമാത്മാവ് നാശരഹിതനായതുകൊണ്ടാണ് പരിപാലിക്കാൻ സാധിക്കുന്നത്. അടുത്ത മന്ത്രത്തിലേക്ക് പോകാം. സപ്തമ മന്ത്രം.
ഏഴാമത്തെ മന്ത്രത്തിൽ വായു അടുത്ത അല്ലേ, ആകാശം വായു രണ്ടാമത്തെ മഹാഭൂതം, ദ്വിതീയ മഹാഭൂതത്തിനെ പറയുകയാണ്. ആകാശം, വായു, അഗ്നി, ജലം, പൃഥിവി. ഇത്രയായി. ഇപ്പം 5 മഹാഭൂതവും വന്നു. അതായത് ഒന്നാമത്തെ മഹാഭൂതം 6ാമത്തെ മന്ത്രത്തിൽ, രണ്ടാമത്തെ മഹാഭൂതം 7ാമത്തെ മന്ത്രത്തിൽ, മൂന്നാമത്തെ മഹാഭൂതം 5ാമത്തെ മന്ത്രത്തിൽ, നാലാമത്തെ മഹാഭൂതം 2ാമത്തെ മന്ത്രത്തിൽ, 5ാമത്തെ മഹാഭൂതം 1ാമത്തെ മന്ത്രത്തിൽ, അല്ല 3ാമത്തെ മന്ത്രത്തിൽ, 5ാമത്തെ മഹാഭൂതം 3ാമത്തെ മന്ത്രത്തിൽ. അത് ടേബിൾ വരച്ച് എഴുതി തരാം, അപ്പം നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ഇത് കഴിയട്ടെ, നമ്മൾ അന്തർയാമി ബ്രാഹ്മണം കഴിയുമ്പോൾ നമുക്ക് അത് എഴുതാം. നമുക്ക് 7ാമത്തെ മന്ത്രത്തിലേക്ക് പോകാം. സപ്തമ മന്ത്രം. യഹ വായൗ തിഷ്ഠൻ വായോരന്തരഃ വായൗ തിഷ്ഠൻ വായോരന്തരഃ. വായോ വിസർഗം അവിടെ ചൊല്ലാറില്ല കേട്ടോ. വായോരന്തരഃ എന്ന് സമസ്ത പദം ഒരുമിച്ചാണ് പാരായണം ചെയ്യുക. വിസർഗം ഉണ്ട്, പക്ഷെ ഉച്ചരിക്കാറില്ല. പാരായണ വിധി പ്രകാരം ഉച്ചരിക്കാറില്ല. അവിടെ വായോഹോ അന്തരഃ എന്നാണ്, പക്ഷെ വിസർഗം ഉച്ചരിക്കാറില്ല. വായോരന്തരഃ എന്ന് ഒരുമിച്ച് പറയണം. ഒന്നുകൂടെ പറയാം. യഹ വായൗ തിഷ്ഠൻ വായോരന്തരഃ. യം വായുഃ ന വേദ യസ്യ വായുഃ ശരീരം യഹ വായും അന്തരഃ യമയതി ഏഷദാത്മാ അന്തര്യാമി അമൃതഃ. യഹ വായൗ തിഷ്ഠൻ വായോരന്തരഃ യം വായുഃ ന വേദ യസ്യ വായുഃ ശരീരം യഹ വായും അന്തരഃ യമയതി ഏഷദ ആത്മാ അന്തര്യാമി അമൃതഃ. യഹ വായൗ തിഷ്ഠൻ വായോരന്തരഃ യം വായുഃ ന വേദ യസ്യ വായുഃ ശരീരം യഹ വായും അന്തരഃ യമയതി ഏഷദ ആത്മാ അന്തര്യാമി അമൃതഃ. യഹ വായൗ തിഷ്ഠൻ. നിങ്ങൾ പാരായണം ചെയ്യുമ്പോൾ എൻ്റെ കൂടെ ചൊല്ലു. രുക്മിണി കിട്ടിയമ്മ ചൊല്ലു കൂടെ. യഹ വായൗ തിഷ്ഠൻ വായോരന്തരഃ യം വായുഃ ന വേദ യസ്യ വായുഃ ശരീരം യഹ വായും അന്തരഃ യമയതി ഏഷദ ആത്മാ അന്തര്യാമി അമൃതഃ. അടുത്ത മഹാഭൂതം വായു അല്ലെ. വായു എത്രാമത്തെയാണ്? ആകാശം, വായു. രണ്ടാമത്തെ മഹാഭൂതത്തെ യാജ്ഞവൽക്യ മഹർഷി ഗൗതമനോട് അല്ലയോ ഉദ്ദാലകനോട് പറയുകയാണ്. അല്ലയോ ഉദ്ദാലക, ആരാണ് അന്തര്യാമി എന്ന് നീ ചോദിച്ചല്ലോ. ഞാൻ പറയുന്നു, അന്തര്യാമിയാണ് വായു. രണ്ടാമത്തെ മഹാഭൂതമായ വായുവിനെ സൃഷ്ടിച്ചത്. വായുഹു തിഷ്ഠൻ അല്ലേ. തിഷ്ഠൻ എന്നുള്ള വാക്കിന് സൃഷ്ടി പ്ലസ് വ്യാപനം. വായുവിനെ സൃഷ്ടിച്ചതും വായുവിൽ വ്യാപിച്ചിരിക്കുന്നതും. ഇത് നീ അറിയുന്നില്ല, അജ്ഞാനം മൂലം. അത് അറിയ വേണം അല്ലയോ ഗൗതമ. ആ വായു തന്നെയാണ് എല്ലായിടത്തും യമയതി അല്ലേ, പരിപാലയതി ഏഷദ ആത്മ അന്തര്യാമി അല്ലേ. ഇനി ഡീറ്റെയിൽ വേണ്ടല്ലോ, ഒറ്റ വാക്കേ മാറിയിട്ടുള്ളൂ വായു എന്നുള്ളത് അല്ലേ. ഏഷദ ആത്മ അന്തര്യാമി, അതിനെ തന്നെയാണ് അന്തര്യാമി. അത് തന്നെയാണ് അമൃതൻ. എന്തുകൊണ്ട് അമൃതൻ? പരിപാലിക്കുന്നത് കൊണ്ട് അല്ലേ. നാശരഹിതനെ പരിപാലിക്കാൻ സാധിക്കും. അടുത്തതിലേക്ക് പോകാം. സപ്തമ മന്ത്രം, അഷ്ടമ മന്ത്രം, എട്ടാമത്തെ മന്ത്രം. യഹ ദിവിഹി തിഷ്ഠൻ യഹ ദിവി തിഷ്ഠൻ യഹ ദിവി തിഷ്ഠൻ ദിവഃ അന്തരഃ
ദിവഃ ദിവോന്തരഃ, ദിവഃ അധികം അന്തരഃ, ദിവോന്തരഃ, ദിവഃ അന്തരഃ. യം ദ്യൗഃ ന വേദ, യസ്യ ദ്യൗഃ ശരീരം, യഃ ദിവം അന്തരഃ യമയതി ഏഷദാത്മാ അന്തര്യാമി അമൃതഃ. യഃ ദിവി തിഷ്ഠൻ ദിവഃ അന്തരഃ യം ദ്യൗഃ ന വേദ, യസ്യ ദ്യൗഃ ശരീരം, യഃ ദിവം അന്തരഃ യമയതി ഏഷദാത്മാ അന്തര്യാമി അമൃതഃ. യഃ ദിവി തിഷ്ഠൻ ദിവഃ അന്തരഃ യം ദ്യൗഃ ന വേദ, യസ്യ ദ്യൗഃ ശരീരം, യഃ ദിവം അന്തരഃ യമയതി ഏഷദ ആത്മാ അന്തര്യാമി അമൃതഃ. യഃ ദിവി തിഷ്ഠൻ ദിവഃ അന്തരഃ യം ദ്യൗഃ ന വേദ, യസ്യ ദ്യൗഃ ശരീരം, യഃ ദിവം അന്തരഃ യമയതി ഏഷദ ആത്മാ അന്തര്യാമി അമൃതഃ. ദിവി, ദിവി എന്ന് വെച്ചാൽ ദ്വിലോകം, അതായത് ഭൂലോകം കഴിഞ്ഞു. ഇവിടെയുള്ള ഭൂലോകത്തെ പഞ്ചമഹാഭൂത സൃഷ്ടിയിലെ എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ആകാശം, വായു, അഗ്നി, ജലം, പൃഥിവി, ഇത്രയും പറഞ്ഞതിന് ശേഷം ഇനി യാജ്ഞവൽക്യ മഹർഷി അടുത്ത ലോകത്തേക്ക് പോവുകയാണ്. കാരണം പഞ്ചമഹാഭൂത സൃഷ്ടി നമുക്ക് കണ്ടനുഭവിക്കാവുന്ന ഈ പൃഥിവിയാണ്, അല്ലേ, നമ്മൾ താമസിക്കുന്ന ഈ ഭൂലോകമാണ്. അത് പറഞ്ഞതിന് ശേഷം ഇനി നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കാത്ത അടുത്ത ലോകങ്ങളെക്കുറിച്ച് പറയുകയാണ്. അതിനെ സൃഷ്ടിച്ചതും അല്ലയോ ഗൗതമ നീ ചോദിച്ച അന്തര്യാമി തന്നെയാണ്. അത് ഇവിടെ പറയാം. ദ്വിലോകം എന്ന് വെച്ചാൽ ഉയർന്ന ലോകങ്ങൾ, അല്ലെ. ഇവിടെ മൃഡാനന്ദ സ്വാമിജിയുടെ പുസ്തകത്തിലും പറയുന്നുണ്ട് ദിവി. ദിവി ആരാണോ ദ്യോവിൽ സ്ഥിതി ചെയ്യുന്നത്, അതായത് ദ്വിലോകത്ത്. ദ്യോ എന്ന് വെച്ചാൽ ദ്വിവചനമാണ്, അതായത് ഭൂമി കഴിഞ്ഞുള്ള ഉയർന്ന ലോകങ്ങൾ, ദ്യോ. അവിടെയും പഞ്ചമഹാഭൂത സൃഷ്ടി തന്നെയാണ്. ആ ലോകങ്ങളെ സൃഷ്ടിച്ചതും പരമാത്മാവ് തന്നെയാണ്. ഇതാണ് എട്ടാമത്തെ മന്ത്രത്തിൽ പറയുന്നത്. എളുപ്പമല്ലേ, അല്ലേ? പ്രയാസമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഇത്രയേ ഉള്ളൂ. പഞ്ചമഹാഭൂത സൃഷ്ടിയായ ഭൂമിയെക്കുറിച്ച് പറഞ്ഞു, അതിലുള്ള മഹാഭൂതങ്ങളെക്കുറിച്ചും പറഞ്ഞു. അത് സൃഷ്ടിച്ചത്, അതിനെ വ്യാപിച്ചിരിക്കുന്നതും അത് പരിപാലിക്കുന്നതും പരമാത്മാവാണെന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ നീ ചോദിച്ച അന്തര്യാമി തന്നെയാണ് ഗൗതമ എന്ന് പറഞ്ഞതിന് ശേഷം അടുത്ത ലോകത്തിലേക്ക് പോവുകയാണ്. അടുത്ത ലോകം ഏതാണ്? നമ്മുടെ കണ്ണുകൊണ്ട് കണ്ടനുഭവിക്കാൻ സാധിക്കാത്ത ലോകങ്ങളെ സൃഷ്ടിച്ചതും നീ ചോദിച്ച അന്തര്യാമി തന്നെയാണ്. അതിനെ എല്ലാം കൂടെ ഒരുമിച്ച് പറയുന്നു ദ്വിലോകം എന്ന്. ഇനി ഓരോന്നോരോന്നായിട്ട് ഇനി വരികയാണ്. ദ്വിലോകം കഴിഞ്ഞ് ഇനി ആദിത്യനെ സൃഷ്ടിച്ചത് അടുത്തത് വരും, പിന്നെ ദിക്കുകളെ സൃഷ്ടിച്ചത്, പിന്നെ ചന്ദ്രൻ വരും, പിന്നെ ഇരുട്ട് വരും, പിന്നെ എന്താണ് പ്രാണൻ വരും, വാക്ക് വരും, ചക്ഷു വരും, ശ്രോത്രം, മനം, ത്വക്ക്, ഇതൊക്കെ, അതായത് ഇന്ദ്രിയങ്ങൾ വരും. ഇനി ലോകങ്ങൾ കഴിഞ്ഞിട്ട് ആ ലോകങ്ങളിലുള്ള ദേവതകളെ സൃഷ്ടിച്ചതും പരമാത്മാവാണെന്ന് പറയും. അതിനുശേഷം വീണ്ടും അന്തര്യാമിയാണ് നമ്മുടെ ഇന്ദ്രിയങ്ങളെ സൃഷ്ടിച്ചത്. അപ്പം മഹാഭൂതം കഴിഞ്ഞ് നേരെ ലോകങ്ങളിലേക്ക് പോകും. അതിനുശേഷം അടുത്ത സ്റ്റെപ്പ് ദേവതകളിലേക്ക് പോകും. പിന്നെ താഴേക്ക് വീണ്ടും വരും, നമ്മുടെ ഇന്ദ്രിയങ്ങളിലേക്ക് വരും. അങ്ങനെയാണ് ആ ഒരു 23 മന്ത്രങ്ങളുടെ ഘടന. ഇങ്ങനെയാണ്. ഒന്നുകൂടെ പറയാം. ആദ്യം മഹാഭൂത സൃഷ്ടി പറയും, അത് കഴിഞ്ഞ് ലോക സൃഷ്ടി പറയും, പിന്നെ ദേവതാ സൃഷ്ടി പറയും, പിന്നെ ഇന്ദ്രിയ സൃഷ്ടി വരും. മുകളിലോട്ട് ചാടി പിന്നെ താഴേക്ക് വരും. ഒന്നുകൂടെ പറയാം. മഹാഭൂത സൃഷ്ടി, പിന്നെ ലോക സൃഷ്ടി, ദേവതാ സൃഷ്ടി, അല്ലെ ലോകപാലക, അല്ലെ, അത് ദേവതയുടെ പര്യായം അതാണല്ലോ, അല്ലേ. മഹാഭൂത സൃഷ്ടി,
ലോകസൃഷ്ടി, ലോകപാലക സൃഷ്ടി അല്ലെങ്കിൽ ദേവതാ സൃഷ്ടി, പിന്നെ ഇന്ദ്രിയ സൃഷ്ടി. അതായത് അവസാനം എന്തുകൊണ്ട് ഇന്ദ്രിയങ്ങളിലേക്ക്, ആദ്യം ഇന്ദ്രിയങ്ങളിൽ നിന്നും തുടങ്ങി ഓരോ ജീവാത്മാക്കളെ സൃഷ്ടിച്ചത്, ലോകങ്ങളെ സൃഷ്ടിച്ചത്, അത് കഴിഞ്ഞ് ലോകപാലകരെ അങ്ങനെ പറയായിരുന്നു. പക്ഷേ യാജ്ഞവൽക്യ മഹർഷി അങ്ങനെ ഒരു പാറ്റേൺ ഒന്നും ഫോളോ ചെയ്യുന്നില്ല. അവസാനം ഇന്ദ്രിയങ്ങളിലേക്ക് വരികയാണ്. എന്തുകൊണ്ടെന്നാൽ ഗൗതമന് മനസ്സിലാകാൻ വേണ്ടി ഓരോ ഇന്ദ്രിയങ്ങളെ സൃഷ്ടിച്ചതും നീ ചോദിച്ച അന്തർയാമിയാണ് അല്ലയോ ഗൗതമ, അതിനെ പരിപാലിക്കുന്നതെന്നും പറഞ്ഞാണ് 23ാമത്തെ മന്ത്രം അവസാനിക്കുന്നത്. അപ്പം ആ ഒരു ഘടനയിലാണ് പോകുന്നത്. ഇവിടെ 8ാമത്തെ മന്ത്രത്തിൽ എന്താണ്? യഹ ദിവി തിഷ്ഠ, അല്ലയോ ഗൗതമ, ദ്യുലോകങ്ങളെ, ഉയർന്ന ലോകങ്ങളെ സൃഷ്ടിച്ചതും പരമാത്മാവ് തന്നെയാണ്. തിഷ്ഠൻ, അതിനെ വ്യാപിച്ചിരിക്കുന്നതും പരമാത്മാവ് തന്നെയാണ്. പിന്നെ യഹ ദിവം അന്തരഹ യമയതി, അതിൽ പരിപാലിക്കുന്നതും പരമാത്മാവ് തന്നെയാണ്. ഏഷത ആത്മാ, ആ ഇവിടെ ആത്മാന്ന് വെച്ചാൽ എല്ലായിടത്തും ആത്മാന്ന് വെച്ചാൽ പരമാത്മാവെന്നാണ് കേട്ടോ, എല്ലാ മന്ത്രങ്ങളിലും. ഏഷത ആത്മാ, ആ പരമാത്മാവിനെ തന്നെയാണ് അന്തർയാമി എന്ന് ശാസ്ത്രം വിളിക്കുന്നത്. അത് തന്നെയാകുന്നു അമൃതം, അല്ലേ? എന്തുകൊണ്ട് അമൃതം? പരിപാലിക്കുന്നതിന്, നാശമുള്ളതിന് പരിപാലിക്കാൻ സാധിക്കില്ല. പരമാത്മാവ് നാശരഹിതനായതുകൊണ്ടാണ് സൃഷ്ടി നടത്തിയതും വ്യാപിച്ചിരിക്കുന്നതും അതെ പരിപാലിക്കുന്നതും. അടുത്ത മന്ത്രം 9ാമത്തെ മന്ത്രം. നമ്മളിന്ന് 10 മന്ത്രത്തിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്നു. 9ാമ മന്ത്രം. യഹ ആദിത്യ, ഇവിടെ വിസർഗം ഇടുക. അവിടെ പുസ്തകത്തിലില്ല. മൃഡാനന്ദ സ്വാമിജിയുടെ പുസ്തകം പേജ് 253, 253. യഹ വിസർഗ ആക്കുക അവിടെ. യഹ ആദിത്യ, തിഷ്ഠൻ, ആദിത്യാത് അന്തരഃ, യം ആദിത്യഃ ന വേദ, യസ്യ ആദിത്യഃ ശരീരം. യഹ, അവിടെയും വിസർഗം ഇടുക. യഹ ആദിത്യഃ, യസ്യ ആദിത്യഃ ശരീരം. യഹ ആദിത്യം അന്തരഃ, യഹ ആദിത്യം അന്തരഃ യമയതി, ഏഷത ആത്മാ അന്തർയാമി അമൃതഃ. ഒന്നുകൂടെ പറയാം, തിരുത്തുക. യഹ, യാ എഴുതിയിട്ട് ഹാ എഴുതരുത് കേട്ടോ ആരും. യാ എഴുതിയിട്ട് 2 കുത്തിടുക, അതാണ് വിസർഗം. ഹാന്ന് എഴുതരുത്. കുറേ പേര് ക്വസ്റ്റ്യൻ ആൻസർ അയച്ചു തരുമ്പോൾ ഹാന്ന് എഴുതും. അങ്ങനെ എഴുതാറില്ല. അത് വ്യാകരണ ശാസ്ത്രം അനുസരിച്ച് തെറ്റാണ്. ഹാ എന്നുള്ള വാക്ക് വിസർഗമായിട്ട് ഉച്ചരിക്കുകയാണ് വേണ്ടത്, എഴുതുകയല്ല ചെയ്യേണ്ടത്. യാ എഴുതിയിട്ട് 2 കുത്തിടുക. യഹ ആദിത്യേ തിഷ്ഠൻ, ആദിത്യാത് അന്തരഃ, ആദിത്യാത് അന്തരഃ, യം ആദിത്യഃ ന വേദ, യസ്യ ആദിത്യഃ. കണ്ടോ ആദിത്യഃ? കണ്ടോ പുസ്തകത്തിൽ 2 കുത്ത്, അത് തന്നെ യഹ എന്നാക്കുക. യസ്യ, അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി പറയാം കേട്ടോ. യസ്യ ആദിത്യഃ ശരീരം. യഹ, അവിടെയും യഹ. യഹ ആദിത്യം അന്തരഃ യമയതി, ഏഷത ആത്മാ അന്തർയാമി അമൃതഃ. യഹ ആദിത്യേ തിഷ്ഠൻ, ആദിത്യാത് അന്തരഃ, യം ആദിത്യഃ ന വേദ, യസ്യ ആദിത്യഃ ശരീരം. യഹ ആദിത്യം അന്തരഃ യമയതി, ഏഷത ആത്മാ അന്തർയാമി അമൃതഃ. യഹ ആദിത്യേ തിഷ്ഠൻ, ആദിത്യാത് അന്തരഃ, യം ആദിത്യഃ ന വേദ, യസ്യ ആദിത്യഃ ശരീരം. യഹ
ആദിത്യം അന്തരഃ യമയതി ഏഷത ആത്മാ അന്തര്യാമി അമൃതഃ. ആദിത്യൻ അടുത്ത ലോകങ്ങളെ സൃഷ്ടിച്ചു, ഉയർന്ന ലോകങ്ങളെ സൃഷ്ടിച്ചത് പറഞ്ഞു. അതിനുശേഷം ദേവതാ സൃഷ്ടി പറയുകയാണ്. അതിൽ എല്ലാ ദേവതകളെ കുറിച്ചൊന്നും പറയുന്നില്ല ഈ യാജ്ഞവൽക്യ മഹർഷി. ഇവിടെ പ്രധാനപ്പെട്ട ദേവതകളെ എടുത്തു പറയുന്നു. അതിൽ നമുക്ക് ആദിത്യനില്ലാണ്ട് ജീവിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഏറ്റവും സുപ്രധാനിയായ ദേവതയായ ആദിത്യനെ കുറിച്ച് പറയുന്നു. സൂര്യനെ കുറിച്ച് പറയുന്നു. അല്ലയോ ഗൗതമ, നീ ചോദിച്ചല്ലോ അന്തര്യാമി ആരെന്ന്. ആ അന്തര്യാമി പരമാത്മാവാകുന്നു. നീ കാണുന്നുണ്ടല്ലോ അല്ലേ? ആകാശത്തേക്ക് നോക്കുമ്പോൾ സൂര്യനെ കാണുന്നുണ്ട്. അപ്പോൾ ഗൗതമൻ പറയാൻ ഞാൻ കാണുന്നുണ്ട്. സൂര്യനില്ലേ ജീവിക്കാൻ സാധിക്കുമോ? ഇല്ല അല്ലേ? നമ്മുടെ ശരീരത്തിന് പോഷണം കിട്ടും അല്ലേ? പ്രകാശ സംശ്ലേഷണം നടക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ സ്കൂളിൽ പഠിച്ചാണ് അല്ലേ? സൂര്യനില്ലെങ്കിൽ സാധ്യമല്ല അല്ലേ? എങ്ങനെയാണ് ഈ സീസണൊക്കെ ഓരോ ഋതുക്കളും മാറി വരുന്നത്? സൂര്യചന്ദ്രാദി ദേവതകളുടെ സഹായം കൊണ്ടാണ്. എങ്ങനെയാണ് നമ്മൾ ഭൂമിയിൽ വിത്ത് വിതച്ച് അതുണ്ടാകുന്നത്? നമ്മൾ വിചാരിക്കും മണ്ണ് മതി, അല്ലെങ്കിൽ വെള്ളം മതി, അല്ലെങ്കിൽ വളം ഉപയോഗിച്ച് പോരാ അല്ലേ? സൂര്യദേവതയുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ധാന്യങ്ങൾ, പച്ചക്കറികളൊക്കെ. അപ്പോൾ സൂര്യൻ ദേവത എന്ന് പറഞ്ഞാൽ അത്രയും സുപ്രധാനിയാണ്. അപ്പം അതുകൊണ്ട് ഇവിടെ സൂര്യനെ പറയുന്നു. നീ കാണുന്നുണ്ടോ? ഉണ്ട്. നീ അനുഭവിക്കുന്നുണ്ടോ സൂര്യനെ? ഉണ്ട്. അപ്പോൾ ആ സൂര്യദേവനെ സൃഷ്ടിച്ചതും തിഷ്ടൻ അല്ലേ? സൃഷ്ടിച്ചതും അതിൽ തത്സൃഷ്ട തഥേവാനുപ്രാവശ്യത്, അതിലേക്ക് പ്രവേശിച്ചിരിക്കുന്നതും പരമാത്മാവ് തന്നെയാകുന്നു. പിന്നെ അതിനെ പരിപാലിക്കുന്നതും അല്ലേ? നമുക്ക് ആവശ്യമുള്ളപ്പോൾ അല്ലേ ആവശ്യത്തിനുള്ള പ്രകാശം നൽകി അല്ലേ അതിനെ പരിപാലിക്കുന്നതും പരമാത്മാവ് തന്നെയാകുന്നു. അത് തന്നെയാണ് ഏഷത ആത്മാ അന്തര്യാമി അമൃതഃ. അതാണ് നീ ചോദിച്ച അന്തര്യാമി. അത് തന്നെയാണ് അമൃതസ്വരൂപൻ അല്ലേ? സൂര്യൻ ഒരു ദിവസം ഇല്ലേ, തീർന്ന് ഒരു ലോകവും പിന്നെ നിലനിൽക്കില്ല. അതുകൊണ്ട് അമൃതഃ. അടുത്ത 8 മണി കഴിഞ്ഞു. നമുക്ക് അന്ന് അടുത്ത 10ാമത്തെ മന്ത്രം നാളെ പഠിക്കാം അല്ലേ? ഓം നമോ ബ്രഹ്മാദിഭ്യോ ബ്രഹ്മവിദ്യാ സംവൃതായ കർത്തൃഭ്യോ വംശ ഋഷിഭ്യോ മഹദ്ഭ്യോ നമോ ഗുരുഭ്യഃ. സർവോപപ്ലവരഹിതഃ പ്രജ്ഞാനഘനഃ പ്രത്യഗർത്ഥോ ബ്രഹ്മൈവാഹമസ്മി. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.